നമ്മൾ അറിഞ്ഞതാണ് കഴിഞ്ഞ ദിവസം രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്ന കാര്യം. സ്ത്രീകളുടെ സുരക്ഷയെയും മറ്റും കൂടുതൽ കരുത്താക്കുന്നതാണ് പുതിയ നിയമം. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കൂടുതൽ നിയമ ഭേദഗതികൾ ജനങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവരുന്നു. മോദി 3.0 ഇതിലൂടെ തുടങ്ങുകയാണ്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യയുടെ പുരോഗതിയുടെയും സഹിഷ്ണുതയുടെയും പ്രതീകമാണെന്നും രാജ്യത്തെ കൂടുതൽ നീതിപൂർവകവും സുരക്ഷിതവുമായ ഭാവിയിലേക്ക് നയിക്കുമെന്നും BJP ദേശീയ വക്താവ് ഗൌരവ് ഭാട്ടിയ പറയുന്നു. യഥാക്രമം 1860-ലും 1872-ലും ഉണ്ടായ ഇന്ത്യൻ ശിക്ഷാ നിയമവും ഇന്ത്യൻ എവിഡൻസ് ആക്ടും കാലഹരണപ്പെട്ടതാണെന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വതന്ത്ര രാജ്യമായ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ചരിത്ര ദിനമാണ് ഉണ്ടായിരിക്കുന്നത്. വികസിക്കുന്ന ഒരു സമൂഹത്തിന് അതിന്റെ ആവശ്യങ്ങളും നിറവേറ്റുന്ന, അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ പുതിയ നിയമങ്ങളെ ഇന്ത്യയുടെ പുരോഗതിയുടെയും പ്രതിരോധശേഷിയുടെയും പ്രതീകമായി ഭാട്ടിയെ വിശേഷിപ്പിച്ചു. രാജ്യത്തെ കൂടുതൽ നീതിപൂർവകവും സുരക്ഷിതവുമായ ഭാവിക്കായി സ്ഥാപിക്കുന്നു. പുതിയ നിയമനിർമ്മാണത്തിന്റെ സമഗ്രമായ സ്വഭാവം എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹം നിരവധി പ്രധാന മാറ്റങ്ങൾക്ക് അടിവരയിട്ടു പറയുന്നുണ്ട്. മുൻകാല നിയമങ്ങളിൽ തീവ്രവാദത്തിന് നിർവചനമില്ലായിരുന്നു. ഇത് കുറ്റപത്രം സമർപ്പിക്കുന്നതിനോ കേസ് തെളിയിക്കുന്നതിനോ പ്രോസിക്യൂഷനും പോലീസിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പുതിയ നിയമങ്ങൾ തീവ്രവാദത്തെ നിർവചിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഈ വ്യക്തത തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് ഈ നിയമ ഭേദഗതി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വധശിക്ഷയ്ക്ക് സാധ്യതയുള്ള ഒരു പ്രത്യേക കുറ്റമായി ആൾക്കൂട്ട കൊലപാതകം ഉൾപ്പെടുന്നതിനും ഭാട്ടിയ പറയുന്നുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നീതി വേഗത്തിലാക്കാനും പുതിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നു. ക്രിമിനൽ കേസുകളിൽ വിധി പറയുകയാണെങ്കിൽ 45 ദിവസത്തിനകം വിധി പറയണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പുതിയ നിയമങ്ങൾ നമ്മുടെ നിയമനിർമ്മാതാക്കൾ നടപ്പിലാക്കുന്ന നിയമങ്ങൾ സ്വീകരിക്കാൻ ഒരു പുതിയ പ്രതിരോധശേഷിയുള്ള ഇന്ത്യ തയ്യാറാണ് എന്നതിന്റെ പ്രതീകമാണ്. ദേശീയ പുരോഗതിയുടെയും ആധുനികവൽക്കരണത്തിന്റെയും ഒരു വലിയ വിവരണത്തിന്റെ ഭാഗമായി അദ്ദേഹം ഈ നിയമപരമായ പരിവർത്തനത്തെ പറഞ്ഞു കഴിഞ്ഞു. അതേസമയം രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ കേസും രജിസ്റ്റർ ചെയ്തു. ഡൽഹിയിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. റോഡ് തടസ്സപ്പെടുത്തുന്നതിന് തെരുവ് കച്ചവടക്കാരനെതിരെയാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 285 വകുപ്പ് പ്രകാരമാണ് കേസ്. രാത്രിയിലെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘമാണ് തെരുവ് കച്ചവടക്കാരൻ കുപ്പിവെള്ളവും പുകയില ഉൽപ്പന്നങ്ങളും വിൽക്കുന്നതായി കണ്ടത്. കച്ചവടക്കാരന്റെ താൽക്കാലിക സ്റ്റാൾ റോഡ് തടസ്സമുണ്ടാക്കുമെന്നതിനാൽ അത് നീക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വഴങ്ങാത്തതിനെ തുടർന്ന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തെന്ന് NDTV റിപ്പോർട്ട് ചെയ്തു. ഞായറാഴ്ച അർദ്ധരാത്രി മുതലാണ് ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത്. ഇതോടെ 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം ചരിത്രമായി. ഒപ്പം ക്രിമിനൽ നടപടിക്രമം CRPC, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയും അസാധുവായി. IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത BNS, CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS, തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയം DSA എന്നിവയാണ് രാജ്യത്ത് നിലവിൽ വന്നത്. ഇന്ത്യൻ പീനൽ കോഡിന് പകരം വരുന്ന ഭാരതീയ ന്യായ സംഹിതയിൽ ആകെ 358 വകുപ്പുകളാണുള്ളത്. സംഘടിത കുറ്റകൃത്യങ്ങളും തീവ്രവാദത്തിനും നിർവചനം നൽകുന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. കുട്ടികളെ ബലാത്സംഗം ചെയ്യൽ ക്രിമിനൽ നിയമം അനുസരിച്ച് വധശിക്ഷ വരെ ലഭിക്കാം. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുന്നത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ക്രിമിനൽ കുറ്റമാകും. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അഥവാ BNSS ആണ് ക്രിമിനൽ കേസുകളിലെ നടപടിക്രമം സംബന്ധിച്ച പുതിയ നിയമം. കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യുന്നതും അതിന്റെ അന്വേഷണം മുതൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ നടപ്പാക്കുന്നതുവരെയുള്ള നടപടിക്രമങ്ങൾ BNSS-ൽ നിർവചിച്ചിട്ടുണ്ട്. കുറ്റകൃത്യം സംഭവിച്ച പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, ഏത് പോലീസ് സ്റ്റേഷനിലും അധികാര പരിധിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാം. പരാതി ഓൺലൈനായും നൽകാം.